നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി വയനാട്ടിലേക്ക് ഏറെ ജനപ്രിയനായ, എല്ലാവർക്കും സുപരിചിതനായ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജുനൈദ് കൈപ്പാണിയാണ്. എഴുത്തുകാരനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ ശ്രദ്ധേയമായ പരിപാടികളിലൂടെ ഒരു മാതൃകയായി, ജനപ്രതിനിധികൾക്ക് ഒരു മാതൃകയായി നിലകൊള്ളുന്ന ആളാണ്. ജുനൈദ്, പ്രത്യേകം സ്വാഗതം നമ്മുടെ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. സജീവ രാഷ്ട്രീയക്കാരനായി മാറിയല്ലോ ഇപ്പോൾ ജുനൈദ് കൈപ്പാണി എന്ന് പറയുന്ന വ്യക്തി. ഈ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം എന്താണ്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു പരമ്പരാഗത മനോഭാവം പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ഒരു പ്രത്യേക കള്ളന്മാരുടെ സങ്കേതമാണ്, അഴിമതിയുടെ കോലാഹലങ്ങളുള്ളൊരു ഏരിയയാണ്. പക്ഷെ അതല്ല, രാഷ്ട്രീയത്തെ അല്പം കൂടി വിശാലമായി പൊതുജനങ്ങൾ അടക്കം വിലയിരുത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നുള്ളത്. നമുക്കറിയാം, രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, അത് പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പലാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ടെങ്കിൽ അവൻ്റെ കണ്ണീരൊപ്പാൻ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതൊന്ന് പുഞ്ചിരിച്ചായിരിക്കാം, അതല്ലെങ്കിൽ അവൻ്റെ വേദനകൾ മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിച്ച് അവനെ സാന്ത്വനിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന ഒരു വഴിയിലാവാം. ഇനി അതല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രായോഗികമായി അതിലിടപെട്ട് അവനുമായി സംവദിച്ച് പ്രായോഗികമായി ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുന്നതിലാവാം. ഇതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം. അങ്ങനെ നോക്കുമ്പോൾ അപരനെ സ്നേഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. പക്ഷെ പൊതുവിൽ നമ്മുടെ ധാരണ കക്ഷി രാഷ്ട്രീയം മാത്രമാണ് രാഷ്ട്രീയം എന്നുള്ളൊരു ധാരണയുണ്ട്. ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റാകുക, മെമ്പറാകുക, ജനപ്രതിനിധിയാകുക, ഇത് മാത്രമാണ് രാഷ്ട്രീയം എന്നുള്ളൊരു തെറ്റായ ധാരണ പൊതുസമൂഹത്തിനുണ്ട്. ഇതിൽ നിന്ന് മാറി ജനാധിപത്യത്തെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചുമൊക്കെ പൊതുസമൂഹത്തിനും പുതിയ തലമുറക്കും കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമെന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ, ഒരു പൗരൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളെയും, എല്ലാ ഇടപെടലുകളെയും നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്തും. രാഷ്ട്രീയക്കാർ പലരും രാഷ്ട്രീയമായിട്ട്, പ്രൊഫഷണൽ ആയിട്ട് രാഷ്ട്രീയം പഠിക്കുന്നതല്ല. ജുനൈദിനെ സംബന്ധിച്ചിടത്തോളം ജുനൈദ് പ്രൊഫഷണലായി രാഷ്ട്രീയം പഠിക്കുക കൂടി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. എന്താണ് ഈ രാഷ്ട്രീയ പഠനം? പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇതിനെക്കുറിച്ച് തന്നെ ഒരു കോഴ്സ് തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? എന്താണ് അതിൻ്റെ ഒരു കാരണം? എന്താണ് ഈ രാഷ്ട്രീയ പഠനം എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് നടത്തുന്നത്? എങ്ങനെയാണ് ഈ പറഞ്ഞതൊരു ജനപ്രതിനിധി എന്നുള്ള നിലക്കാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ സത്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ, അവർക്ക് അർഹതപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ, ഇതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായും ഒരു ജനപ്രതിനിധി നല്ല അറിവുള്ള ആളായിരിക്കണം. ആ മേഖലയെ സംബന്ധിച്ച് എവിടെയാണ്, എങ്ങനെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, അവരുടെ അർഹതപ്പെട്ട മറ്റ് സംവിധാനങ്ങൾ, ഇതൊക്കെ കൃത്യമായി അറിയുമ്പോഴാണ് സത്യത്തിൽ ഒരു ജനപ്രതിനിധിക്ക് അധികാരം കൈവരുന്നത്. അല്ലാതെ കേവലം സാങ്കേതികമായ അധികാരങ്ങളുണ്ട്. ഒരാൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാവാം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാവാം, ഗ്രാമപഞ്ചായത്ത് മെമ്പറാവാം. ഇതൊരു സാങ്കേതിക അധികാരമാണ്. ഇത് അലങ്കരിക്കാനും ആസ്വദിക്കാനും മാത്രം കഴിയുള്ളൂ. നേരെ മറിച്ച് ഒരു ജനപ്രതിനിധി ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ നല്ല അറിവുള്ള ആളായി തീരുമ്പോൾ അവിടെ നമുക്ക് അധികാരവും ലഭിക്കും. അങ്ങനെ അറിവാണ് അധികാരമെന്ന ബോധ്യം തീർച്ചയായും ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവണം. നമ്മൾ നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോവർബ് അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മളെപ്പോഴും ക്യാമ്പസുകളിലും ചുമരുകളിലൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന കാണാറുണ്ട്. സത്യത്തിൽ അത് തന്നെയാണ്. നോളജ് ഈസ് പവർ, അറിവാണ് അധികാരം. അങ്ങനെ അറിഞ്ഞ് അധികാരം ഉപയോഗിക്കുമ്പോൾ അർഹതപ്പെട്ടവന് അവസാനത്തെ ആനുകൂല്യവും ലഭിക്കുന്നതിന് അത് സഹായകമാവും. എന്ത് കോഴ്സാണ് ചെയ്തത്? അത് കിലയുമായി, അതുപോലെ ഡിജിറ്റൽ സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തിയ അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. 6 മാസത്തെ കോഴ്സാണ്. അത് ഓഫ്ലൈനായും ഓൺലൈനായും ഒക്കെ അതിൻ്റെ പഠന പ്രക്രിയ നടന്നു. അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീൻ്റെ
പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് അടക്കം യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് കൈപ്പറ്റിയതാണ്. ഗവർണർ അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അത് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലുകളിലെയും ത്രിതല സംവിധാനത്തിലെയും കേരളത്തിലെ 21,900 ജനപ്രതിനിധികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഇവരിൽ തൽപരരായ ആർക്ക് വേണമെങ്കിലും ആ കോഴ്സ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഈ ജനപ്രതിനിധികളിൽ നിന്ന് തൽപരരായ ആളുകൾ ചേർന്ന് പഠിച്ച പഠനം പൂർത്തിയാക്കിയ ഒരു കോഴ്സാണ് ഈ കോഴ്സ്. നല്ലൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ജുനൈദ് കൈപ്പാണിക്ക് ഒരുപക്ഷെ ഒരു ഉയർന്ന ജോലി കിട്ടുമായിരിക്കും. ആ ജോലിക്ക് പോകാതെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുത്തു? അത് അങ്ങനെ ഒരു ചോദ്യത്തിന് എൻ്റെ മറുപടി എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ബോധപൂർവം ഞാൻ നാളെ രാവിലെ മുതൽ രാഷ്ട്രീയക്കാരനാവുന്നു, അല്ലെങ്കിൽ നാളെ മുതൽ ഒരു ജനപ്രതിനിധി ആവുന്നു, അങ്ങനെ ഒരു ബോധപൂർവം നടക്കുന്നൊരു പ്രക്രിയയല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് അറിഞ്ഞും അറിയാതെയും നിർവചിക്കാൻ കഴിയാത്ത ഒട്ടേറെ അനുഭവങ്ങളിലൂടെ ഒരു രാഷ്ട്രീയക്കാരനുണ്ടായി വരുന്നതാണ്. അങ്ങനെ സ്വാഭാവികമായൊരു പ്രക്രിയയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, പിന്നീട് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, അങ്ങനെ മറ്റുള്ളവരുമായി സംവദിക്കുക, സംസാരിക്കുക, ഇടപഴകുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുക, അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അറിയാതെ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു സെലക്ഷനായി നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനാവുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജോലി ഒഴിവാക്കി ഇന്ന രൂപത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, അതൊക്കെ നമുക്ക് ജാടക്കൊക്കെ വേണ്ടി വേണം പറയാം. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇല്ല, ആരും സെലക്ട് ചെയ്യുന്നതല്ല. അതെ, ജനപ്രതിനിധി എപ്പോഴും ഒരു സെലിബ്രിറ്റി മോഡലും കൂടെ ആയിരിക്കും, ഉദ്ഘാടകൻ, അങ്ങനെയുള്ള ഒരു VIP പരിഗണനയോടുകൂടി. പക്ഷേ ജുനൈദിൻ്റെ പല സമയത്തും ജുനൈദ് ഉദ്ഘാടകനാകേണ്ട സ്ഥലത്ത് അവിടുത്തെ സാധാരണക്കാരെ കൊണ്ട് ആ ഉദ്ഘാടനം നടത്തിപ്പിച്ച് ജുനൈദ് ഒരു ആതിഥേയനെ പോലെ നിൽക്കുന്നത് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധാരണക്കാർക്ക് ആ ഉദ്ഘാടകൻ്റെ റോള് കൊടുത്ത്? എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അതിൽ എനിക്ക് തോന്നുന്നു താങ്കളുടെ ചോദ്യത്തിൽ ഒരുപക്ഷെ സൂചിപ്പിക്കാൻ സാധ്യതയുള്ളത്, ഒന്ന് നമ്മുടെ കോളനികളിലൊക്കെ റോഡുകളൊക്കെ നമ്മുടെ ST ഫണ്ടും SC ഫണ്ടൊക്കെ വെച്ച് റോഡുകൾ നവീകരിക്കും, ഈ ഗോത്ര സമൂഹത്തിൻ്റെ റോഡുകൾ. അത്തരം റോഡുകളുടെ ഉദ്ഘാടനം നമ്മൾ അവിടുത്തെ ഏറ്റവും മുതിർന്നൊരു മൂപ്പനെ കൊണ്ടാണ് നിർവഹിക്കാറ്. അപ്പോൾ അത് അവർക്കുള്ളൊരു അംഗീകാരമാണ്. അവരെ റോഡ് അവരുദ്ഘാടനം ചെയ്യുക, അവരൊരു VIP ആകുക, അങ്ങനെ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നതോടുകൂടി ഒരു ജനകീയ സ്വഭാവം വരും. മറ്റൊന്ന് അവരൊരു ആദരിക്കൽ കൂടിയാണ് ആ കോളനിയെയും ആ പരിസരത്തെയും ഗോത്ര സമൂഹത്തെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും ഒരു പരിഗണിക്കുക, ആദരിക്കുക എന്നുള്ള ഒരു വലിയ സന്തോഷം അതിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു വലിയ ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. വയനാട്ടിൽ തന്നെ ഈ സോഷ്യൽ മീഡിയ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ജുനൈദ് കൈപ്പാണി. എന്താണ് ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒരു സ്വാധീനം തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ, അതൊരു യുവ ജനപ്രതിനിധി ആയതുകൊണ്ടാണോ, അതല്ല ഇനി നമുക്കൊരു പബ്ലിസിറ്റി ആവട്ടെ എന്ന് കരുതിയാണോ? എന്താണത്? ഈ സോഷ്യൽ മീഡിയ ഇതിൽ എനിക്ക് ഈ ഒരു ചോദ്യത്തിൽ സത്യത്തിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നാടിൻ്റെ നാനാ തുറകളിൽ പുരോഗതിയുടെ വെള്ളി വെളിച്ചം കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ദൗത്യമാണ് ജനപ്രതിനിധിയുടെ. അപ്പോൾ ആ ഒരു ജനാധിപത്യ ദൗത്യം അത് നിർവഹിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ആ പ്രചരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. പക്ഷെ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന വികസന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കൊടുക്കുക, അതിലവർക്ക് അതവരുടെ ആഹ്ലാദവും അവകാശവുമാണ്. അങ്ങനെ ആഹ്ലാദിക്കാനും ആ അവകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം അവർക്കുണ്ടാവാനും വേണ്ടി നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ഈ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സങ്കേതം മാത്രമാണ് സോഷ്യൽ മീഡിയ. അത് ഫലപ്രദമായി ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ആഹ്ലാദവും ജനങ്ങളുടെ അവകാശവുമായി നമ്മൾ അവരെ അറിയിക്കുന്ന ഈ കാര്യത്തെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പോലും ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ് പഞ്ചായത്ത് യൂട്യൂബ് ചാനൽ, പഞ്ചായത്ത് ഇതിനെ സംബന്ധിച്ചുള്ള. എന്താണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അതെങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അമേരിക്കയിൽ ചർച്ചയായി എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അമേരിക്കൻ ഓൺലൈൻ പത്രത്തിൽ ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി വന്നിരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടാകാം. ഏതായാലും വളരെ സന്തോഷം. ഞാൻ ഇത്തരം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള മീഡിയാസും എല്ലാ വിഷ്വൽസും എല്ലാവരും അത് ഏറ്റെടുത്ത് എന്നെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. സത്യത്തിൽ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ജനപ്രതിനിധി ആകുന്നത്. ജനപ്രതിനിധി ആയതിനു ശേഷം
നമ്മളൊരു ശിശുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒരു ജനപ്രതിനിധി. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ലളിതമല്ല, കുറേ സങ്കീർണതകൾ ഈ മേഖലയിലുണ്ട്. ഈ സങ്കീർണതകളൊക്കെ ഘട്ടമായി പഠിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു ജനപ്രതിനിധി ഒരു പക്വതയുള്ള നല്ലൊരു മാന്യനായ ജനങ്ങളുമായി കൃത്യമായി അവരെ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി മാറുന്നത്. അപ്പം അറിവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറിവ് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണ, അറിവ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ച് സ്വായത്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ തിരിച്ചറിയുകയും അതിനുവേണ്ടി ഞാൻ നടത്തിയ ആധികാരിക പഠനങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരങ്ങൾ അത് മറ്റ് സഹപ്രവർത്തകർക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി, പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അത് നല്ലൊരു വിജയമായിരുന്നു. അതെ, രാഷ്ട്രീയത്തിൻ്റെ തിരക്കുണ്ട്, ജനപ്രതിനിധി നല്ല തിരക്കുണ്ട്, ഇതിനിടയിൽ എഴുത്തും വായനയും കൃത്യമായി കൊണ്ടുപോകുന്നു. ആ പുസ്തകങ്ങൾ എഴുതുന്നു, യാത്രകൾ നടത്തുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ആകാം. ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഒരു ചോദ്യം പിന്നെ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പലരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനൊരു പരമ്പരാഗത മറുപടിയുണ്ട്. സത്യത്തിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാറ്റിനും സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സ് വെക്കണം. പലപ്പോഴും നമ്മൾ തന്നെ പലരെയും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ബിസിയാണ്, തിരക്കാണ്, ഞാൻ അല്പം കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ഒരു മീറ്റിങ്ങിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞ് ഈ വിളിക്കുന്ന ആൾക്ക് മുഷിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള മറുപടിയാണ് പല ഫോൺ കോളുകളിലും നമുക്ക്. പ്രത്യേകിച്ച് അല്പം ചില സമൂഹത്തിന് മുഖ്യധാരയുള്ള ആളുകളാണ് അങ്ങനെയാണ് ഒരു ഫോൺ കോളിനെ സമീപിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ആര് വിളിച്ചാലും എപ്പം വിളിച്ചാലും ഞാൻ ധൃതി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മറുപടി ഞാൻ കൊടുക്കാറില്ല. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പം ഞാൻ ആ പോസിറ്റീവായിട്ടുള്ള മറുപടി കൊടുക്കാൻ കാരണം എന്നെ സംബന്ധിച്ച് എല്ലാറ്റിനും സമയം കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു മനസ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ എല്ലാറ്റിനും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോഷ്യലിസ്റ്റുകൾ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് അതൊരു വെല്ലുവിളിയാണ് സോഷ്യലിസ്റ്റായി ജീവിക്കുക എന്നുള്ളത്? ജുനൈദ് കൈപ്പാണി ഒരു സോഷ്യലിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതാണോ, അതല്ല നമ്മളുടെ കാഴ്ചപ്പാട് തന്നെ ഈ സോഷ്യലിസ്റ്റാണോ? സോഷ്യലിസ്റ്റ് എന്നതിലേക്ക് എന്നെ ആകർഷിക്കാൻ കാരണം നമ്മുടെ റാം മനോഹർ ലോഹ്യ, ജയപ്രകാശ് നാരായണൻ, ഇവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്, രാഷ്ട്രീയ പരീക്ഷണമുണ്ട്. അതിനെക്കുറിച്ചുള്ള വായനയാണ് സത്യത്തിൽ എന്നെ ഇതിലേക്ക് ആകൃഷ്ടനാക്കിയത്. പിന്നീട് നമ്മുടെ ജനതാ പരിവാറുകളും സോഷ്യലിസ്റ്റുകളൊക്കെ ഇന്ത്യ ഭരിച്ച സമയത്ത്, പ്രത്യേകിച്ച് VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വന്ന മണ്ഡൽ കമ്മീഷൻ പോലെയുള്ള വിഷയങ്ങൾ, അതിനുശേഷം ജനതാ പരിവാർ പിന്നെ രൂപപ്പെടുത്തിയെടുത്ത സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഇതിലൊക്കെ വലിയ താല്പര്യം എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇതിലൊക്കെയുള്ള എൻ്റെ വായനയാണ് സത്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കണമെന്ന് എന്നെ പ്രചോദിപ്പിച്ചത്. അതുപോലെ MP വീരേന്ദ്രകുമാറിൻ്റെ എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, ഇതൊക്കെ ധാരാളം കേൾക്കുമായിരുന്നു. അതിലാകൃഷ്ടനായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വീരേന്ദ്രകുമാറിൻ്റെ സോഷ്യലിസ്റ്റ് പ്രഭാഷണങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം വായനകളും അത്തരം അറിവുകളുമാണ് ഒരു സോഷ്യലിസ്റ്റ് ആവുക അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക എന്ന് ഒരു തീരുമാനമെടുക്കും. നമ്മൾ സമയം അവസാനിക്കാറായതുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ജുനൈദ് കൈപ്പാണി എന്ന ജനപ്രതിനിധിയുടെ ഒരു വികസന കാഴ്ചപ്പാട്? എന്താണ് വികസന സങ്കല്പത്തിൽ നമ്മൾ താത്വികമായി അത് പറയേണ്ടതാണ് സത്യത്തിൽ. കാരണം വെച്ചാൽ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരു പദ്ധതി രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരേണ്ടത് ഒരു പാവപ്പെട്ടവൻ്റെ മുഖമാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ മുഖമാണ്. അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ പെരുമാറുക, അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ പരിപാടികൾ വരിക, അവൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ
നമ്മുടെ സമീപനവും ശൈലിയും ഉണ്ടാവുക എന്നുള്ളതാണ്. പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഒരു ജനപ്രതിനിധിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ഒരു ജനപ്രതിനിധിയെ ഗ്രാമപഞ്ചായത്തിലേക്കാണ് ജയിപ്പിക്കുന്നതെങ്കിൽ അത് ഗ്രാമപഞ്ചായത്തും ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ളൊരു ജനപ്രതിനിധിയായി നമ്മൾ പരിമിതപ്പെടുത്താറാണ്. അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് അയച്ചാൽ അയാളെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ ആനുകൂല്യങ്ങൾ നാട്ടിൽ കൊണ്ടുകൊടുക്കാം, അത് നടപ്പിലാക്കുക എന്ന് പൊതുജനങ്ങളും ധരിച്ചു വെച്ചിരിക്കുകയാണ്, ജനപ്രതിനിധികളും ധരിച്ചു വെച്ചിരിക്കുക. അങ്ങനെയല്ല. ജനപ്രതിനിധി എന്നാൽ ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ പരമ്പരാഗതമായി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു വർഷം ഇത്ര ആനുകൂല്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് മാത്രം ചെയ്യുക എന്ന് അതിൽ മാത്രം. പക്ഷെ വളരെ ഇന്നോവേറ്റീവായ പല പ്രോജക്റ്റുകളും സ്വന്തം മണ്ഡലത്തിൽ ഏകദേശം 50-ലധികം പദ്ധതികൾ നടപ്പിലാക്കി അല്ലേ? അത് ഇതെല്ലാം ഇങ്ങനെ ഒരു ഫ്രെയിമിലുള്ളതല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേയൊക്കെ ജുനൈദിന്റെ സ്വന്തം ആശയത്തിലും ആവിഷ്കാരത്തിലും ഒന്നാണ് അല്ലേ? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിനിധി മാത്രമല്ല ഞാൻ, ഇടനിലക്കാരനല്ല. ഇടനിലക്കാരനും കൂടിയാണ്, മീഡിയേറ്ററാണ്. ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും ഇടയിലെ ഒരു ഇടനിലക്കാരനാണ്. ഇല്ലാത്തവന് ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. ഉള്ളവൻ തരാൻ തൽപരനാണ്, ഇല്ലാത്തവൻ വാങ്ങാനും തൽപരനാണ്. ഈ ഹാവ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള മീഡിയേറ്ററാണെന്ന കൃത്യമായ ബോധ്യം എന്നെ സംബന്ധിച്ചുണ്ട്. അതാണ് ഇത്തരത്തിൽ നിരന്തരം പദ്ധതികൾ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും അതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തുകയും എല്ലാവരും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഊർജ്ജം ലഭിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗത്തിൽ ഈ തിരക്കുകൾക്കിടയിലും ഒരേ ഇത് പറഞ്ഞിരുന്നു. സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ഇതുപോലെ ഒരു അതിഥി വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. പക്ഷേ ജുനൈദിൻ്റെ ഭാര്യ കൂടി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ജുനൈദിൻ്റെ ഭാര്യയോട് ചോദിക്കാൻ ഉള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ കുടുംബ തിരക്കുകളും ഫാമിലി ലൈഫും കൂടെ എങ്ങനെ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം, ജനപ്രതിനിധിയുടെ ലൈഫും, അത് ജുനൈദിൻ്റെ വൈഫ് തന്നെയാണ് മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് എനിക്കൊരു സന്തോഷമുള്ളത്, ജുനൈദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ ഫോറത്തിൽ ഒരു അതിഥിയെ വിളിക്കും, അതിഥി വരും, ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. ഇന്ന് സാധാരണ ഇന്നിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ അതിഥിയുടെ ഫാമിലി കൂടി നമ്മുടെ കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ജുനൈദിൻ്റെ ഭാര്യ ജസ്നയും കുട്ടിയും നമ്മളോടൊപ്പം ഉണ്ട്. ജസ്നയോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ജനപ്രതിനിധികൾ രാഷ്ട്രീയക്കാർ ഇങ്ങനെ പൊതുപ്രവർത്തനമായിട്ട് പോകും. അപ്പോൾ നമ്മളുടെ ഒരു കുടുംബജീവിതം ഇതുമായിട്ടൊരു താളം തരുന്നൊരവസ്ഥ പലപ്പോഴും പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ ഒക്കെ അഡ്ജസ്റ്റ് ആയിട്ട് പോകും. ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് ഈ ജുനൈദിൻ്റെ പൊതുപ്രവർത്തനവും ഇതെങ്ങനെയാണ് തമ്മിൽ യോജിച്ച് പോകുന്നത് എങ്ങനെയാണ്? ഇപ്പം മിക്കവാറും പരിപാടികളിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോവാറ്, മക്കളെയും കൂട്ടി പോവാറുണ്ട്. പിന്നെ ഫോൺ കോളുകളും അങ്ങനത്തെ കുറേ ഡീലിങ്സൊക്കെ രാത്രി കാലങ്ങളിലാണ് കൂടുതലും ചെയ്യാറ്. അപ്പം രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ പേരെ ഉണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ പരാതികൾ കേൾക്കുക, അതൊക്കെ ഡീൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ രാത്രി കാലങ്ങളിലാണ്. അപ്പം ജസ്ന ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുമോ? നമുക്ക് പറ്റാവുന്ന പോലെ സഹായിക്കാറുണ്ട്. ഭയങ്കര നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല. പൊതുപ്രവർത്തകനായതുകൊണ്ട് നമ്മളെയും കൂടെ കൊണ്ടുപോകാറുണ്ട്, നമ്മളെയും കൂടെ പരിഗണിക്കാറുണ്ട്. പിന്നെ ഓരോ ആൾക്കാരുടെ ഇപ്പം കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചു, ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആശ്വാസമായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഭാര്യ എന്ന നിലയിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് താല്പര്യമുണ്ടോ? രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ല, പക്ഷേ അധ്യാപികയായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഏതായാലും സന്തോഷം വന്നതിൽ ഏതായാലും നിങ്ങൾ ഈ ഫാമിലിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റിയല്ലോ, അതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അടുത്തൊരു സുഹൃത്തെന്ന നിലയിൽ ജുനൈദിനെ ഞാൻ വിലയിരുത്തുമ്പം ജുനൈദിന് ഇങ്ങനെ ഈ കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നത് വലിയൊരു ആവേശമായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും അത് കാരണം? പുതിയ കാലഘട്ടത്തിൽ കൂട്ടായ്മകളെയും സംഗമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ ജനാധിപത്യ ദൗത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ദൗത്യമാണ്, ഒരു ജനാധിപത്യ ദൗത്യമാണ്. കാരണം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ മുമ്പെങ്ങുമില്ലാത്ത ഒട്ടേറെ ആശങ്കകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയം വന്നുകൊണ്ടിരിക്കുകയാണ്.
ആളുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകളും സംഗമങ്ങളിലുമൊക്കെ മതനിരപേക്ഷതയുടെയും മഹത്തായ ജനാധിപത്യ ബോധത്തിൻ്റെയുമൊക്കെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമൊക്കെ ഒരു നമ്മൾ പോലും അറിയാത്ത ഒരു നല്ല ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹോദര്യവും മതനിരപേക്ഷതയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം സംഗമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടായ്മകളെ ഒരു ഉപാധിയുമില്ലാതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം, പ്രത്യേകിച്ച് നമ്മുടെ വൈവിധ്യങ്ങൾ ഉൾച്ചേർന്നുകൊണ്ടുള്ള കൂട്ടായ്മകളെ. എപ്പോഴും ലൈവായിരിക്കുന്ന ഒരാളാണല്ലോ ജനപ്രതിനിധി, പ്രത്യേകിച്ച് ജുനൈദ്. ആക്റ്റീവ്, ലൈവ് എപ്പോഴും. എന്താണ് അങ്ങനെ? ലൈവാണ്, ആക്റ്റീവാണ്. ഇത് പൊതുവെ ഞാൻ ദൈനംദിനം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലെയും മറ്റ് വികസന വിഷയങ്ങളൊക്കെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നു, ജനങ്ങൾക്ക് അവരുടെ ജനപ്രതിനിധി നിരന്തരം നമ്മുടെ കൂടെയുണ്ട് എന്ന് തോന്നുക എന്ന് പറയുന്നത് അവർക്കൊരു ആശ്വാസവും ഒരു ആത്മവിശ്വാസവുമാണ്. അപ്പോൾ ജനപ്രതിനിധി ലൈവാവുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ആശ്വാസവും ഒരു ആത്മവിശ്വാസവുമാണ്. അല്ലാതെ നമ്മളിങ്ങനെ നിരന്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, അതിൻ്റെ റിവ്യൂ ഇടുക, അതിൻ്റെ കുറിപ്പ് എഴുതുക, ഇതൊരു ആത്മരതിക്കല്ല. ഇതാണ് അതിൻ്റെ സത്യം. ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ആശ്വാസവും നൽകാൻ ഞാൻ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ലൈവായി ഈ സമൂഹത്തിലുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷകരമായ കാര്യമാണെന്ന് വിലയിരുത്തുന്ന ആളാണ്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരു ആത്മരതിക്ക് വേണ്ടി ലൈവാകുന്നതല്ല, നേരെ മറിച്ച് നമ്മുടെ വോട്ടർമാർക്ക്, നമ്മുടെ പൗരന്മാർക്ക് അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ, ബോധ്യം വരുത്താൻ, അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവാൻ, അവർക്ക് അനുഭവപ്പെടാൻ, ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തെ അനുഭവപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഫലപ്രദമായി പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാമിലിയായി തന്നെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡിൽ ജുനൈദ് പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ജുനൈദിൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ ആളുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പാവപ്പെട്ടവർക്ക്, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ജുനൈദിലൂടെ കൂടുതൽ സേവനങ്ങളും കൂടുതൽ സഹായങ്ങളും ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനായി ജുനൈദിന് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു അതിഥിയുമായി, മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.